നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളുമായാണ് വന്നിരിക്കുന്നത്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ മാസ് BGMോ റേസിങ്ങോ ചേസിങ്ങോ ഒന്നുമില്ല. എന്നാൽ ഓരോ സീനിലും ത്രില്ലടിച്ച് കിളി പോകുന്ന ഒരു സൈലൻ്റ് പടം. ദി ഔട്ട്ഫിറ്റ്. ചിക്കാഗോ നഗരത്തിലെ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൈലറിംഗ് ഷോപ്പ്. അവിടെ ഒരു തുന്നൽക്കാരൻ, ആ കടയിൽ വന്നു പോകുന്ന കുറച്ചാളുകൾ. ഇതിൽ എന്ത് ത്രില്ലർ എന്നാവും നിങ്ങൾ കരുതുന്നത്? സസ്പെൻസ് പൊളിക്കുന്നില്ല, നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. 1956 ചിക്കാഗോയിലെ ഒരു മഞ്ഞു പെയ്യുന്ന പ്രഭാതം. ഒരു ടൈലർ വന്ന് അയാളുടെ ഷോപ്പ് തുറക്കുകയാണ്. ഇതാണ് നമ്മുടെ നായകൻ ലിയനാർഡോ ബെർലിൻ ഒരു സ്യൂട്ടൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ഷോപ്പാണ് നടത്തുന്നത്. ബേസിക്കലി അയാൾക്ക് പെർഫെക്ഷൻ എന്നത് ഒരു നിർബന്ധം പിടിച്ച കാര്യമാണ്. എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയും മെല്ലെയുമാണ് ചെയ്യുന്നത്. ഒരു കോട്ട് തയ്ക്കുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന പെൺകുട്ടിയാണ് മറ്റൊരു ലീഡിംഗ് ക്യാരക്ടർ, മേപ്പിൾ. ബെർലിനെ കടയിൽ സഹായിക്കാൻ നിൽക്കുന്ന പെൺകുട്ടിയാണ്. കടയിലെത്തുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, ബെർലിൻ അളവെടുക്കുന്നതൊക്കെ കൃത്യമായി എഴുതിയെടുക്കുക എന്നതൊക്കെയാണ് മേപ്പിളിൻ്റെ ജോലി. ഇതിനിടയിൽ ആ ഷോപ്പിലേക്ക് ആരൊക്കെയൊക്കെ കയറി വന്ന് പോകുന്നതൊക്കെ നമുക്ക് കാണാം. അവരെ മേപ്പിളോ ബെർലിനോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ ആ ഷോപ്പിൽ കയറി ബെർലിൻ്റെ മുറിയിലെ ഒരു ബോക്സിൽ എന്തൊക്കെയോ എൻവലപ്പുകൾ കൊണ്ടിട്ട ശേഷം നടന്നു പോകുന്നു. എന്നാൽ ഈ വരുന്നവർ നമ്മുടെ ബെർലിനെയോ മേപ്പിളിനെയോ അവർ തിരിച്ചോ നോക്കുകയോ മൈൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിനിടയിൽ രണ്ട് വ്യക്തികൾ അവിടേക്ക് വരുന്നു. അതിൽ ഇവനാണ് റിച്ചി, കൂടെയുള്ളത് ഫ്രാൻസിസ്. അവർ രണ്ടുപേരും മേപ്പിളിനെ നോക്കി ഒരു ചിരിയെല്ലാം പാസ്സാക്കി ബെർലിൻ്റെ കട്ടിംഗ് റൂമിലേക്ക് പോകുന്നു. പുള്ളി റിച്ചിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അയാളുടെ ജോലിയിൽ തന്നെ മുഴുകി നിൽക്കുകയാണ്. റിച്ചി ബെർലിനോട് ഓരോ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഫ്രാൻസിസിന് ലെറ്റർ ബോക്സിൽ നിന്നും ഒരു പ്രത്യേക സിമ്പലൊക്കെയുള്ള ഒരു എൻവലപ്പ് കിട്ടുന്നു. റിച്ചി ബെർലിനോട് ഒന്ന് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അയാൾ ഒന്നും മിണ്ടാതെ പതിയെ പുറത്തിറങ്ങി വാതിലടയ്ക്കുന്നു. അപ്പോൾ മേപ്പിളിന് ആരോ ഒരാൾ ഒരു ഗിഫ്റ്റ് കൊടുത്തത് അവൾ അൺബോക്സ് ചെയ്ത് നോക്കുന്ന തിരക്കിലായിരുന്നു. ഇത്തവണ എന്താണ് ഗിഫ്റ്റ് എന്ന് ബെർലിൻ ചോദിക്കുമ്പോൾ മേപ്പിൾ ലണ്ടൻ ടവറിൻ്റെ ഒരു സ്നോബോൾ ഗിഫ്റ്റ് അദ്ദേഹത്തെ കാണിക്കുന്നു. മേപ്പിളിന് പല സിറ്റികളുടെയും സ്നോബോൾ കളക്ഷൻസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അവൾക്ക് യാത്രകൾ ചെയ്യാനാണ് ഇഷ്ടം. ഒരുപാട് സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു പെൺകുട്ടി. മേപ്പിളിന് ബെർലിൻ എന്ന് വെച്ചാൽ ഒരു അച്ഛനെ പോലെയാണ്. ബെർലിന് മേപ്പിളിനോട് ഒരു മകളോടെന്ന പോലെ വാത്സല്യവുമാണ്. അങ്ങനെ അവർ അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുമ്പോൾ റിച്ചിയും ഫ്രാൻസിസും ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. റിച്ചി നഗരത്തിലെ ഒരു പ്രബലമായ മാഫിയ ഫാമിലിയായ ബോയൽ ഫാമിലിയിലെ റോയിയുടെ മകനാണ്. റോയിയാണ് ചിക്കാഗോ നഗരം അടക്കി ഭരിക്കുന്ന മാഫിയ ഗ്രൂപ്പ് തലവൻ. ഫ്രാൻസിസ് ആകട്ടെ റോയിയുടെ അഡോപ്റ്റഡ് സണ്ണാണ്. ഒരു ദിവസം റോയ്ക്ക് നമ്മുടെ ബെർലിൻ ഒരു സ്യൂട്ട് തയ്ച്ചു കൊടുത്തിരുന്നു. അതാകട്ടെ റോയ്ക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ റോയ്ക്ക് ബെർലിനെ ഇഷ്ടപ്പെടുകയും ബെർലിൻ്റെ കട ക്രമേണ ബോയൽ ഗ്രൂപ്പിൻ്റെ ഒരു ഹബ്ബായി മാറുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ റിച്ചിയും ഫ്രാൻസിസും ഷോപ്പിൽ നിന്നും പോകുന്നതിനിടയിൽ റിച്ചി മേപ്പിളിനെ നോക്കിയ ശേഷമാണ് പോകുന്നത്. ബെർലിൻ അപ്പൂപ്പൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് രാത്രി ഹാൻഡ് ടവൽ മടക്കി വയ്ക്കുന്നതിനിടെ ബെർലിൻ മേപ്പിളിനോടൊരു കാര്യം പറയുന്നു. അപ്പുറത്തെ ഷോപ്പിലെ പയ്യൻ നിന്നെ അന്വേഷിച്ചിരുന്നു, അവൻ നല്ലൊരു പയ്യനാണല്ലേ എന്ന്. എന്നാൽ മേപ്പിളിന് അത് അത്ര രസിച്ചില്ല. ഞാൻ അവൻ്റെ കൂടെ ഒരു ഡേറ്റിന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഞാൻ ആരുടെ കൂടെ ഡേറ്റിന് പോകണമെന്ന് എനിക്കറിയാം. ബെർലിൻ വീണ്ടും പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് ആരെയാണ് ഇഷ്ടമെന്ന്. എന്നാൽ അത് ഡേഞ്ചറാണ്. ബെർലിൻ അപ്പൂപ്പൻ റിച്ചിയെക്കുറിച്ചാണ് പറയുന്നത്. അവർ നല്ല കസ്റ്റമറൊക്കെ തന്നെ, എന്നാൽ അവരുടെ ജോലി വലിയ അപകടം പിടിച്ചതാണ്. അങ്ങനെ അവർ അവിടെ സംസാരിച്ച് നിൽക്കുകയാണ്. രാത്രി മേപ്പിൾ പതിവ് പോലെ തൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ ബെർലിൻ അവിടെ ഷോപ്പിൽ തന്നെ തൻ്റെ ജോലിയും ചെയ്ത് കുറച്ച് സ്മോളൊക്കെ കഴിച്ച് ആ കടയിൽ തന്നെ തുടർന്നു. അയാൾ പതിയെ അവിടെ കിടന്ന് മയങ്ങിപ്പോകുന്നു. മയക്കത്തിൽ അയാൾ ഒരു തുണിക്കട കത്തിപ്പോകുന്നത് സ്വപ്നം കാണുകയാണ്. എന്നാൽ പെട്ടെന്ന് ആരോ തൻ്റെ കടയിൽ കയറി വരുന്നതായി മനസ്സിലാക്കി അയാൾ ഉണരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ മേപ്പിളും റിച്ചിയുമായിരുന്നു. റിച്ചിയാകട്ടെ വലിയ ദേഷ്യത്തിലാണ്. അതിന് കാരണം ഫ്രാൻസിസ് ആണ്. റിച്ചിയുടെ അച്ഛന്, അതായത് റോയ് ബോയലിന് ഫ്രാൻസിസ് പറയുന്നതാണ് ശരി. ഒരു മകൻ എന്ന രീതിയിൽ റിച്ചിയുടെ വാക്കുകൾക്ക് റോയ് ഒരു വില കൽപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് അവൻ്റെ പരാതി. ഇനി അച്ഛൻ്റെ കാലശേഷം ബോയൽ ഫാമിലി മൊത്തം ഫ്രാൻസിസിൻ്റെ നിയന്ത്രണത്തിൽ വരുമോ എന്ന പേടിയും അവനുണ്ട്. എന്നാൽ മേപ്പിൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സംസാരമെല്ലാം തന്നെ നമ്മുടെ ബെർലിൻ അപ്പൂപ്പൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ബെർലിൻ്റെ കയ്യിൽ നിന്നും എന്തോ ഒന്ന് തറയിൽ വീണ് ശബ്ദം കേൾക്കുന്നു. റിച്ചി പതിയെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ അവിടെ കിടന്ന് ഉറങ്ങുന്നതായി അഭിനയിക്കുകയാണ്.
പുള്ളിയെ ഉണർത്തണ്ട എന്ന് പറഞ്ഞ് മേപ്പിൾ റിച്ചിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മേപ്പിളിൻ്റെ കാര്യത്തിൽ ബെർലിനുണ്ടായിരുന്ന ഡൗട്ട് ഇപ്പോൾ ഏകദേശം ഉറപ്പായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പതിവ് പോലെ ബോക്സിൽ ആളുകൾ എൻവലപ്പുകൾ കൊണ്ടിട്ടുകൊണ്ടേയിരിക്കുന്നു. അതെടുക്കാൻ റിച്ചിയും ഫ്രാൻസിസും എത്തുന്നു. അന്നൊരു പ്രത്യേക അടയാളമുള്ള എൻവലപ്പിൽ നിന്നും അവർക്ക് ഒരു കാസറ്റാണ് കിട്ടുന്നത്. അത് ഔട്ട്ഫിറ്റ് എന്ന ഒരു ഗ്യാങ്ങിൻ്റെ എന്തോ മെസ്സേജാണ്. അവർ വളരെ എക്സൈറ്റഡ് ആയാണ് ആ കാസറ്റുമായി അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അന്ന് രാത്രി ഫ്രാൻസിസും റിച്ചിയും കടയിലേക്ക് ഓടി വരുന്നു. ഇതിൽ റിച്ചിക്ക് ഒരു വെടിയേറ്റിട്ടുണ്ട്. അവൻ്റെ വയറ്റിൽ നിന്നും രക്തം പൊടിയുകയാണ്. ബെർലിൻ അപ്പൂപ്പൻ മൊത്തത്തിൽ ടെൻഷനാവുന്നു. എന്തു പറ്റിയെന്നും എന്തിനാണ് എൻ്റെ കടയിലേക്ക് വന്നതും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് തോക്ക് ഉപയോഗിച്ച് ബെർലിനെ മർദ്ദിക്കുന്നു. ശേഷം തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ കൊന്നുകളയും. പാവ അപ്പൂപ്പന് വേറെ വഴിയില്ലല്ലോ. ഫ്രാൻസിസും അപ്പൂപ്പനും കടയ്ക്കുള്ളിൽ പോകുന്നു. ശേഷം റിച്ചിയെ അവിടെ ഒരിടത്ത് പിടിച്ചിരുത്തിയിട്ട് ഇവനെ നീ നോക്കിക്കൊള്ളണം, നമ്മുടെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ ഫ്രാൻസിസ് നമ്മുടെ അപ്പൂപ്പനോട് പറയുന്നു. അപ്പൂപ്പൻ റിച്ചിയുടെ കോട്ട് ഒരിടത്ത് ഭദ്രമായി തൂക്കിയിടുന്നു. ഈ സമയം ഫ്രാൻസിസ് റോയെ ഫോണിൽ ചെയ്ത് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. നമുക്ക് കാസറ്റ് ലഭിച്ചിട്ടുണ്ട്, എന്നാൽ നമ്മളെ ലാ ഫൗണ്ടയിലെ ആളുകൾ ആക്രമിച്ചുവെന്നും നമ്മുടെ നീക്കങ്ങളെല്ലാം എങ്ങനെയോ ചോരുന്നുണ്ട് എന്നും ഫ്രാൻസിസ് റോയ് ബോയലിനോട് പറയുന്നു. അത് നമുക്ക് നോക്കാം, നിങ്ങൾ സേഫ് അല്ലേ എന്ന് റോയ് ചോദിക്കുമ്പോൾ അല്ല സാർ, റിച്ചിയുടെ ദേഹത്ത് ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട് എന്നും ഇപ്പോൾ ടൈലറിൻ്റെ ഷോപ്പിലാണ് ഉള്ളത് എന്നും ഫ്രാൻസിസ് പറയുന്നു. തൽക്കാലം പുറത്തു പോകാൻ നിൽക്കേണ്ട എന്നും അവന് ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയാൽ മതിയെന്നും താൻ ഉടനെ തന്നെ അവിടെ എത്താമെന്നും റോയ് ഫ്രാൻസിസിനെ അറിയിക്കുന്നു. ശേഷം തിരികെ ബെർലിൻ്റെ കട്ടിംഗ് റൂമിലെത്തുന്ന ഫ്രാൻസിസ് ബെർലിനോട് റിച്ചിയുടെ മുറിവ് തുന്നിക്കെട്ടാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ബെർലിൻ അതിനെ ശക്തമായി എതിർക്കുന്നു. താനൊരു തുന്നൽക്കാരനാണ് എന്നും ഡോക്ടറിൻ്റെ പണി അറിയില്ല എന്നും അയാൾ പറയുമ്പോൾ ഫ്രാൻസിസ് ബെർലിൻ അപ്പൂപ്പനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബെർലിൻ അപ്പൂപ്പൻ സൂചിയും നൂലും തയ്യാറാക്കി റിച്ചിയുടെ മുറിവ് തുന്നിക്കെട്ടാൻ ആരംഭിച്ചു. സെഡേഷൻ പോലും ചെയ്യാതെ തുന്നിക്കെട്ടുന്നതിനാൽ തന്നെ റിച്ചി വേദന കൊണ്ട് പിടയാൻ തുടങ്ങി. ഫ്രാൻസിസ് റിച്ചിയെ ബലത്തിൽ പിടിച്ചു വെച്ച് ബെർലിനെ സഹായിക്കുന്നു. മുറിവ് തുന്നിക്കെട്ടി തീരുന്നതും റിച്ചി വേദന കാരണം ബോധരഹിതനായി കഴിഞ്ഞിരുന്നു. ബെർലിൻ തൻ്റെ കൈകൾ കഴുകി വൃത്തിയാക്കുന്നു. താനൊരു ഏടാകൂടത്തിലാണ് വന്ന് പെട്ടിരിക്കുന്നത് എന്ന് ബെർലിൻ അപ്പൂപ്പന് തോന്നി. കട്ടിംഗ് റൂമിൽ നിന്നും പുറത്തു വരുന്ന ബെർലിൻ കാണുന്നത് കയ്യിലൊരു കാസറ്റുമായി ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഫ്രാൻസിസിനെയാണ്. ബെർലിൻ തൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഫ്രാൻസിസിനോട് തുറന്നു പറഞ്ഞു. ഫ്രാൻസിസ്, ഇത്രയും നാൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ അന്വേഷിക്കുകയോ അതേപ്പറ്റി ആകുലപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതം കൂടി നിങ്ങളുടെ ഏടാകൂടത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ പ്രശ്നത്തിൽ എന്നെയോ എൻ്റെ കടയെയോ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കണം. പെട്ടെന്ന് ഫ്രാൻസിസ് പറയുന്നു, അറിഞ്ഞോ അറിയാതെയോ നീ ഇപ്പോൾ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിനക്ക് ഈ ബാഗിൽ എന്താണ് എന്ന് അറിയണമായിരിക്കും അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല, എനിക്കതേപ്പറ്റി അറിയണ്ട എന്ന് ബെർലിൻ പറയുമ്പോൾ ഇനി നീ വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ നിനക്കത് പറഞ്ഞു തരുമെന്ന് ഫ്രാൻസിസ് പറയുന്നു. നമ്മുടെ ഗ്യാങ്ങിനെയും ബിസിനസ്സിനെയും ഒറ്റുകൊടുക്കാൻ ഒരു റാറ്റ് കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ എവിടെയൊക്കെയോ ചില ബഗ്ഗുകൾ വച്ചിട്ടുണ്ട്. അതുവഴി റെക്കോർഡ് ചെയ്ത ഓഡിയോ ആണ് ഈ കാസറ്റിലുള്ളത്. ഇതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ലഭിച്ച കാര്യമാണ്. നമുക്ക് മുകളിലൊക്കെയുള്ള സ്വാധീനം എന്താണെന്ന് ഈ റാറ്റിനറിയില്ല. അത് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. എങ്കിലും ഈ റാറ്റ് ആരാണ് എന്നറിയണം. അതിന് ഈ കാസറ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ഏത് സ്പോട്ടാണെന്ന് തിരിച്ചറിയാൻ അതുപയോഗിച്ച് നമ്മൾ ഈ റാറ്റിനെ പൊക്കും. അതിനുവേണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ലാ ഫൗണ്ടയിലെ ആളുകൾ നമ്മളെ ആക്രമിക്കുന്നത്. അവർക്കും ഈ കാസറ്റ് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ പദ്ധതികളും രഹസ്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് റിച്ചിക്ക് പരിക്ക് പറ്റിയതെന്നൊക്കെ വിശദമായ കാര്യങ്ങൾ ഫ്രാൻസിസ് ബെർലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പ്ലേ ചെയ്യാനുള്ള മെഷീൻ സംഘടിപ്പിക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. റോയ് ബോയിൽ ഉടനെ തന്നെ ഇവിടെ എത്തുകയും ചെയ്യും. നമ്മൾ വരുന്നത് വരെ ഈ സ്യൂട്ട് കേസ് ഇവിടെ നിന്നും അനങ്ങാനേ പാടില്ല എന്ന് ഫ്രാൻസിസ് ബെർലിനോട് പറയുന്നു. അപ്പോൾ വേറെ ആരെങ്കിലും വന്നാലോ എന്ന് ബെർലിൻ ചോദിക്കുമ്പോൾ കൊന്നുകളഞ്ഞേക്ക് എന്ന് ഫ്രാൻസിസ് പറയുന്നു. ആരെ കൊന്നിട്ടായാലും ഞാൻ വരുന്നതുവരെ ഈ കാസറ്റ് നീ സംരക്ഷിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഫ്രാൻസിസ് ബെർലിനോട് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ നമ്മുടെ ബെർലിൻ അപ്പൂപ്പൻ ആ സൂട്ട് കേസ് തുറക്കുന്നു. ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ഒരു കോട്ട് തുന്നുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോഴേക്കും നമ്മുടെ റിച്ചി ബോധമൊക്കെ വന്ന് നേരെ ബെർലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. നിനക്കിപ്പോൾ ഓക്കെ അല്ലേ എന്ന് ബെർലിൻ റിച്ചിയോട് ചോദിക്കുന്നു. ഞാനിപ്പോൾ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് റിച്ചി ബെർലിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ് താങ്കളെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ടൗണിലൊരു പുതിയ കോട്ട് തയ്ക്കുന്ന ആൾ വന്നിട്ടുണ്ട് എന്നും അയാൾ വളരെ മനോഹരമായി കോട്ട് തയ്ക്കുന്നുണ്ട് എന്നുമൊക്കെ. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇംഗ്ലണ്ട് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് റിച്ചി ചോദിക്കുന്നു. അവിടെ അത്യാവശ്യം നന്നായി തന്നെ കച്ചവടമുണ്ടായിരുന്നു.
എന്നാൽ യുദ്ധം കാരണം ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നു എന്ന് ബെർലിൻ പറയുമ്പോൾ യുദ്ധമോ, എന്ത് യുദ്ധമെന്ന് റിച്ചി ചോദിക്കുമ്പോൾ ബ്ലൂ ജീൻസ് വാർ എന്ന് ബെർലിൻ മറുപടി കൊടുക്കുന്നു. രണ്ടാം ലോക യുദ്ധം കഴിയുന്ന സമയമായിരുന്നു. ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് കോട്ടയൊക്കെ വാങ്ങി ഉപയോഗിക്കാനുള്ള സാമ്പത്തികം തീരെ ഇല്ലായിരുന്നു. അപ്പോഴാണ് ബ്ലൂ ജീൻസിൻ്റെ കടന്നുവരവ്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞ ശേഷം ബെർലിൻ പെട്ടെന്ന് വിഷയം മാറ്റി. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു റാറ്റിനെ തപ്പി നടക്കുകയാണല്ലേ എന്ന് ബെർലിൻ റിച്ചിയോട് ചോദിക്കുന്നു. അതെ എന്ന് റിച്ചി പറയുമ്പോൾ എന്നാൽ ആ റാറ്റ് ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് ബെർലിൻ റിച്ചിയോട് പറയുമ്പോൾ റിച്ചി പൊട്ടിച്ചിരിക്കുകയാണ്. ബെർലിനും റിച്ചിയോട് കൂടെ ചേർന്ന് ചിരിക്കുകയാണ്. അല്ല റിച്ചി, ഞാൻ എന്തുകൊണ്ട് റാറ്റ് ആയിക്കൂടാ എന്ന് ബെർലിൻ ചോദിക്കുന്നു. താങ്കളൊരു സാധുവായ ടൈലറല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബെർലിൻ അത് തിരുത്തുന്നു. ടൈലറല്ല, ഞാൻ കട്ടറാണ് എന്ന് ബെർലിൻ ഓർമ്മിപ്പിക്കുന്നു. ആരാണ് ഈ റാറ്റ് എന്നൊക്കെ ആലോചിച്ച് റിച്ചി ഇരിക്കുമ്പോൾ ഫ്രാൻസിസ് ആണ് റാറ്റിനെ പറ്റി എന്നോട് പറഞ്ഞത് എന്ന് ബെർലിൻ പറയുന്നു. ഈ കാസറ്റിനെ പറ്റിയൊക്കെ അയാൾ ധാരാളം ടെൻഷൻ അടിക്കുന്നതായി എനിക്ക് തോന്നിയെന്ന് കൂടി ബെർലിൻ പറയുന്നു. അക്രമികൾ നിങ്ങളെ ആക്രമിക്കുമ്പോൾ അവർ ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ, എന്നിട്ടും നിനക്ക് മാത്രം എങ്ങനെ വെടിയേറ്റു? ഫ്രാൻസിസിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ബെർലിൻ റിച്ചിയോട് ചോദിക്കുന്നു. അങ്ങനെ പലതും പറഞ്ഞ് ബെർലിൻ അപ്പൂപ്പൻ റിച്ചിയുടെ ഉള്ളിൽ ഫ്രാൻസിസിനെതിരെ ഒരു സംശയം ഉണ്ടാക്കിയെടുത്തു. അപ്പോഴേക്കും ഫ്രാൻസിസ് വരുന്നു. ബെർലിൻ അപ്പൂപ്പൻ വാതിൽ തുറന്നു കൊടുക്കുന്നു. ശേഷം റിച്ചി എണീറ്റുവെന്നും അവന് നീയാണ് റാറ്റെന്ന് സംശയമുള്ളതായി ബെർലിൻ അപ്പൂപ്പൻ പറയുന്നു. അങ്ങനെ ഫ്രാൻസിസിൻ്റെ ഉള്ളിലും റിച്ചിക്കെതിരെ ഒരു വിദ്വേഷം ഉണ്ടാക്കിയെടുക്കാൻ ബെർലിൻ അപ്പൂപ്പന് സാധിച്ചു. ഫ്രാൻസിസ് റിച്ചിയുടെ അടുക്കൽ എത്തുന്നു. നിനക്ക് എങ്ങനെയുണ്ട്, സുഖമായോ എന്ന് ഫ്രാൻസിസ് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, നീ എങ്ങോട്ടാണ് പോയിരുന്നത് എന്ന് റിച്ചി ഫ്രാൻസിസിനോട് ചോദിക്കുന്നു. ഞാൻ ഈ ടേപ്പ് പ്ലേ ചെയ്യാൻ ഒരു ഡിവൈസ് തപ്പി പോയതാണ് എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ എന്നാൽ നമുക്കത് ഒരുമിച്ച് കേൾക്കാമെന്ന് റിച്ചി പറയുമ്പോൾ റിച്ചി നിനക്കിപ്പോൾ സുഖമില്ലാത്തതാണ്, നീ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ വരും, അതിനുശേഷം നമുക്ക് 3 പേർക്കും ഒരുമിച്ച് കേൾക്കാമെന്ന് റിച്ചി പറയുമ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നും ശത്രുക്കൾ എത്തും മുമ്പ് ഇതിലെന്താണ് എന്ന് മനസ്സിലാക്കി നശിപ്പിക്കണമെന്നൊക്കെ ഫ്രാൻസിസ് പറയുമ്പോൾ ഫ്രാൻസിസ് ആണ് റാറ്റ് എന്ന് റിച്ചി ഏതാണ്ട് ഉറപ്പിക്കുന്നു. അങ്ങനെ റിച്ചിയും ഫ്രാൻസിസും തമ്മിൽ ആ സൂട്ട് കേസിനായി അടിയുണ്ടാക്കുന്നു. പിടിവലിക്കിടയിൽ ആ പെട്ടി തറയിൽ വീണ് തുറക്കുമ്പോൾ അതിനുള്ളിൽ ആ കാസറ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് റിച്ചി തൻ്റെ കയ്യിലെ തോക്കെടുത്ത് ഫ്രാൻസിസിന് നേരെ ചൂണ്ടുന്നു. ആ കാസറ്റ് എവിടെ എന്നൊക്കെ ചോദിച്ചാണ് റിച്ചി ഫ്രാൻസിസിന് നേരെ നിൽക്കുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ട് പേടിച്ച് നമ്മുടെ ബെർലിൻ അപ്പൂപ്പൻ പുറകിലേക്ക് നീങ്ങുമ്പോൾ എവിടെയോ തട്ടി ശബ്ദമുണ്ടാകുന്നു. അത് കാരണം റിച്ചിയുടെ ശ്രദ്ധ തിരിഞ്ഞ തക്കത്തിന് ഫ്രാൻസിസ് തൻ്റെ തോക്കെടുത്ത് റിച്ചിയെ വെടിവെച്ചിടുന്നു. അവൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ റിച്ചി തന്നെ കൊല്ലുമെന്ന് ഫ്രാൻസിസിന് ഉറപ്പായിരുന്നു. ഇത് കണ്ടതോടെ ബെർലിൻ അപ്പൂപ്പൻ വല്ലാതെ ടെൻഷൻ അടിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ ഫ്രാൻസിസിനോട് ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് ഷോപ്പിൻ്റെ മുന്നിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, റിച്ചിയുടെ അച്ഛനായ റോയ് ബോയൽ തന്നെയായിരുന്നു. ഫ്രാൻസിസ് പെട്ടെന്ന് ബെർലിനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ബെർലിനും ഫ്രാൻസിസും ചേർന്ന് റിച്ചിയെ ഒരു വലിയ പെട്ടിക്കുള്ളിൽ അടച്ചു വയ്ക്കുന്നു. ഫ്രാൻസിസ് ബെർലിനോട് ബോസിനെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. അപ്പോഴേക്കും താനിവിടെ വൃത്തിയാക്കാമെന്ന് ഫ്രാൻസിസ് പറയുന്നു. ഡോർ തുറന്ന് ബെർലിൻ കാണുന്നത് റോയ് ബോയലിനെയും ബോഡി ഗാർഡിനെയുമാണ്. ഒരു അത്യാവശ്യം വന്നപ്പോൾ താൻ എന്നെയും മകനെ സഹായിച്ചല്ലോ ബെർലിൻ എന്നൊക്കെ പറഞ്ഞ് റോയ് ബോയൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നു. എല്ലാം കുളമായി എന്ന് കരുതി ബെർലിൻ നിൽക്കുമ്പോൾ ഫ്രാൻസിസ് ആ ചോരക്കറ മുഴുവനും വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റോയ് ബോയൽ ഫ്രാൻസിസിനോട് റിച്ചിയെ അന്വേഷിക്കുമ്പോൾ റിച്ചി ഇവിടെ ഇല്ല എന്നും അവൻ താങ്കളുടെ അടുത്തേക്ക് വരികയാണെന്നും പറഞ്ഞ് ആ കാസറ്റുമായി പോയി എന്നും ഫ്രാൻസിസ് പറയുന്നു. ഫ്രാൻസിസ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവന് വെടിയേറ്റു എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് എന്ന് റോയ് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയായിരുന്നു, എന്നാൽ ബോധം തെളിഞ്ഞ ഉടൻ അവൻ വാശി പിടിച്ച് ഇവിടെ നിന്നും പോയി എന്ന് ഫ്രാൻസിസ് പറയുന്നു. സംശയമുണ്ടെങ്കിൽ ബെർലിനോട് ചോദിക്കാൻ ഫ്രാൻസിസ് പറയുമ്പോൾ ബെർലിനും ആ കള്ളം ഏറ്റുപിടിക്കുന്നു. ഫ്രാൻസിസ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബെർലിനും പറയുന്നു. റോയ് പെട്ടെന്ന് ഒരു കോൾ വിളിക്കാനായി ഫോണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ റോയുടെ ബോഡി ഗാർഡ് നടന്നു ചെന്നിരിക്കുന്നത് റിച്ചിയുടെ ബോഡി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പെട്ടിയുടെ മുകളിലായിരുന്നു. അതേ പെട്ടിയുടെ ഒരു വശത്തു നിന്നും ബ്ലഡും ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇത് കാണുന്ന ബെർലിനും ഫ്രാൻസിസും ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. ഈ സീനുകളൊക്കെ അതേ അർത്ഥത്തിൽ ആസ്വദിക്കണമെങ്കിൽ ഈ സിനിമ കണ്ടാലേ നമുക്ക് ആ ഒരു ത്രില്ല് അനുഭവിക്കാൻ സാധിക്കൂ. പെട്ടെന്ന് റോയ് അവിടേക്ക് വരുന്നു. അവൻ നമ്മുടെ കോണ്ടാക്ട് പോയിന്റിലുള്ള ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് റോയ് പറയുന്നു. പെട്ടെന്ന് ഫ്രാൻസിസ് പറയുന്നു, ബോസ് ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ പുറത്തു പോയി അവനെ അന്വേഷിക്കാം. റോയ് ഫ്രാൻസിസിനെ പോകാൻ അനുവദിക്കുന്നു. നമ്മുടെ ബെർലിൻ അപ്പൂപ്പനാണ് ഇപ്പോൾ ശരിക്കും പെട്ടുപോയത്. ഫ്രാൻസിസ് വിദഗ്ധമായി മുങ്ങിയിരിക്കുന്നു. എന്തായാലും നേരിടാമെന്ന രീതിയിൽ ബെർലിൻ അപ്പൂപ്പൻ എത്തുന്നു. ബെർലിൻ വേറെ ഭാവവ്യത്യാസമൊന്നും കൂടാതെ കോട്ട് തയ്ക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. റോയ് കാത്തിരുന്ന് മുഷിഞ്ഞു. റിച്ചിയെയും കാണാനില്ല, തേടിപ്പോയ ഫ്രാൻസിസിനെയും കാണാനില്ല. റോയ് ആ മുറി മുഴുവൻ ഒന്ന് നിരീക്ഷിക്കുന്നു.
ശേഷം അയാൾ നടന്ന് ബെർലിൻ്റെ അടുക്കലെത്തുന്നു. എന്നിട്ട് അവൻ്റെ കത്രിക എടുക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ബെർലിൻ ആ കത്രിക എടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ കത്രിക കൊണ്ടാണ് ഞാൻ കട്ടിങ് പഠിച്ചത്, അതുകൊണ്ട് ഇമോഷണലി ഇതെനിക്ക് വല്ലാതെ സ്പെഷ്യലാണ്, താങ്കൾക്കിത് തൊട്ടു നോക്കണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് ബെർലിൻ റോയിയോട് പറയുന്നു. റോയ് ബെർലിൻ്റെ മുന്നിൽ തൻ്റെ തോക്കെടുത്ത് വയ്ക്കുന്നു. ബോയിൽ ഗ്രൂപ്പ് ഈ നിലയിലാക്കാൻ എന്നെ സഹായിച്ചത് ഇവനാണ്, നീയും ഇത് തൊട്ടു നോക്കിക്കോളൂ എന്ന് റോയ് ബെർലിനോട് പറയുന്നു. ബെർലിൻ ആ തോക്ക് തൊട്ടു നോക്കുന്നു. നീ ഔട്ട്ഫിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് റോയ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ബെർലിൻ മറുപടി പറയുന്നു. ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ്. നമുക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റും നമുക്ക് ചോർത്തി തരുന്ന ഒരു സംഘടന. അവരാണ് നമുക്ക് ആ കാസറ്റ് അയച്ചു തന്നത്. ലാ ഫൗണ്ടേക്ക് അറിയില്ല നമ്മുടെ പിടിപാട് എത്രത്തോളം ഉണ്ട് എന്ന്. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത് എന്ന് ബെർലിൻ അപ്പൂപ്പൻ റോയോട് ചോദിക്കുമ്പോൾ, നീ നമ്മൾ ആരാണ് എന്താണെന്ന് വ്യക്തമായി അറിയണം. കാരണം നീ കുറേ കാര്യങ്ങൾ എന്നിൽ നിന്നും ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ എന്തോ നടന്നിരിക്കുന്നു. കാരണം ആ കിടക്കുന്നത് എൻ്റെ മകൻ റിച്ചിയുടെ കോട്ടാണ്. ബെർലിൻ അപ്പൂപ്പൻ ഇത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. സത്യത്തിൽ ബെർലിൻ അപ്പൂപ്പന് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. എന്നാൽ പെട്ടെന്ന് അത് അവൻ പോയ തിടുക്കത്തിൽ മറന്നതാണ് എന്ന് ബെർലിൻ അപ്പൂപ്പൻ പറയുമ്പോൾ റോയ് ചോദിക്കുന്നു, മറന്നതോ? ഈ കൊടും ശൈത്യകാലത്ത് ഒരുവൻ എന്തൊക്കെ മറന്നാലും അവൻ്റെ കോട്ട് മറക്കില്ല, പ്രത്യേകിച്ച് വെടിയുണ്ട കൊണ്ട് പരിക്ക് പറ്റിയ റിച്ചി. സത്യം തുറന്നു പറയുന്നതാവും നല്ലത്, ഇല്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ മരിച്ചു വീഴുമെന്ന് റോയ് പറഞ്ഞു തീരുമ്പോഴേക്കും ബോഡി ഗാർഡ് ബെർലിൻ അപ്പൂപ്പന് നേരെ തോക്കു ചുണ്ടുന്നു. അപ്പൂപ്പൻ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവിടെ ഫ്രാൻസിസ് എത്തുന്നു. അവൻ്റെ തോക്കിന് മുനയിൽ മേപ്പിളുമുണ്ട്. റോയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബോസ്, എനിക്ക് ഇവളെയാണ് സംശയം. റിച്ചിയും ഇവളും ഒരുപാട് കാലം ഒരുമിച്ചായിരുന്നു. മാത്രമല്ല ഞാൻ ഇവളുടെ അപ്പാർട്ട്മെൻറ്റിൽ ചോരക്കറയും കണ്ടു എന്ന് ഫ്രാൻസിസ് പറയുന്നു. ഇൻ കേസ് നമ്മുടെ ബെർലിൻ അപ്പൂപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ഫ്രാൻസിസ് മേപ്പിളിനെ കൊണ്ട് വന്നതായിരുന്നു. എന്നാൽ റോയ് വീണ്ടും ബെർലിൻ അപ്പൂപ്പന് നേരെ തിരിഞ്ഞു. നീ എന്താണ് നേരത്തെ പറയാൻ വന്നത് എന്നയാൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബെർലിൻ അപ്പൂപ്പൻ ഒരു കള്ളം പറഞ്ഞു. ലാ ഫൗണ്ടയിലെ ആളുകൾ ഇവിടെ വന്നിരുന്നു. ഫ്രാൻസിസ് 4 പേരെ വെടിവെച്ചു. എന്നാൽ റിച്ചിക്ക് ആരെയും വെടിവെക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ദേഷ്യത്തിന് ഞാൻ ഒരാളെയെങ്കിലും കൊന്നിട്ടേ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തോക്കുമായി ഇറങ്ങിപ്പോയി. ഇത് താങ്കളോട് പറഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അതുകൊണ്ടാണ് ഞാനെല്ലാം ഒളിച്ചു വച്ചത് എന്ന് ബെർലിൻ അപ്പൂപ്പൻ പറയുന്നു. ഫ്രാൻസിസ് ഞെട്ടിപ്പോയി. അപ്പൂപ്പൻ കൊള്ളാമല്ലോ എന്ന് കരുതിയാണ് അവൻ അവിടെ നിൽക്കുന്നത്. അവസരത്തിനോടൊപ്പിച്ച് ബെർലിൻ നിന്നതുകൊണ്ട് ബോസിന് മുന്നിൽ ഇപ്പോൾ ഫ്രാൻസിസ് ഒരു ഹീറോ കൂടിയാണ്. റോയ്ക്ക് മൊത്തത്തിൽ ആശയക്കുഴപ്പമാണ്. ബെർലിൻ പെട്ടെന്ന് പറയുന്നു, സാർ, ഈ പെൺകുട്ടി എനിക്കറിയാം. മേപ്പിൾ ഒരു സാധുവാണ്, അവൾക്ക് തെറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. റോയ് മേപ്പിളിനോട് അവളെപ്പറ്റി ചോദിച്ചറിയുന്നു. അപ്പോഴാണ് റോയ്ക്ക് മേപ്പിളിൻ്റെ അച്ഛനെ അറിയാമെന്ന് മനസ്സിലാവുന്നത്. അവളുടെ അച്ഛൻ റോയ്ക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാങ് വാറിൽ അയാൾ കൊല്ലപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മേപ്പിളായിരിക്കാം അവർ തേടി നടന്ന റാറ്റ് എന്നും അവൾ റിച്ചിയെ അപകടപ്പെടുത്തിയിരിക്കാമെന്നും റോയ്ക്ക് സംശയമുണ്ടാവുന്നു. അങ്ങനെ ബെർലിൻ അപ്പൂപ്പനെ മാറ്റി നിർത്തി ഫ്രാൻസിസും റോയും മേപ്പിളിനെ ഉപദ്രവിക്കുന്നു. ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിക്കുന്നു. ബെർലിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാവരും മേപ്പിളിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ബെർലിൻ പൊട്ടിത്തെറിച്ചു. നിർത്ത്, അവളെ ഉപദ്രവിക്കരുത് എന്ന് അയാൾ അലറുന്നു. നീ ഇങ്ങനെ അലറാൻ ഇത് നിൻ്റെ മകളൊന്നുമല്ലല്ലോ എന്ന് റോയ് പറയുമ്പോൾ, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടേക്ക് വരാൻ കാരണം വാർ മാത്രമല്ല, എൻ്റെ ഭാര്യയും മകളും എൻ്റെ കടയിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ സ്വന്തം മോളെ പോലെയാണ് കരുതുന്നത് എന്ന് പറഞ്ഞ് ബെർലിൻ അപ്പൂപ്പൻ കുറച്ച് ഇമോഷണലാവുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നു. ബെർലിൻ അപ്പൂപ്പൻ വേഗം പോയി ഫോൺ എടുക്കുന്നു. ശേഷം വളരെ സന്തോഷത്തോടെ അയാൾ തിരിച്ചു വരുന്നു. റിച്ചിയാണ് വിളിച്ചത് എന്നും അവൻ ലാ ഫൗണ്ടയിലെ ആളുകളെ കൊല്ലാൻ പോയ വഴിക്ക് അറ്റാക്ക് ഉണ്ടായി എന്നും 20 മിനിറ്റിനുള്ളിൽ ഈ അഡ്രസ്സിൽ എത്തണമെന്നുമാണ് അവൻ പറഞ്ഞിരിക്കുന്നത് എന്നും ബെർലിൻ അപ്പൂപ്പൻ റോയോട് പറയുന്നു. റോയും ബോഡി ഗാർഡും പെട്ടെന്ന് തന്നെ ആ അഡ്രസ്സും വാങ്ങി അങ്ങോട്ടേക്ക് പോകുന്നു. ഫ്രാൻസിസിന് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പെട്ടെന്ന് ഫ്രാൻസിസ് റോയോട് പറയുന്നു, ബോസ്, നിങ്ങൾ പോയി അന്വേഷിക്കുക, ഞാനിവിടെ നിന്ന് ഇവരെ വാച്ച് ചെയ്യാം. ഇതുവരെ ഇല്ലാത്ത റിച്ചിയുടെ ഒരു ഫോൺ കോൾ വന്നു എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുന്നത് എങ്ങനെ? റോയും അത് ശരിവയ്ക്കുന്നു. ശേഷം റോയും ബോഡി ഗാർഡും റിച്ചിയെ അന്വേഷിച്ച് പോകുന്നു. പെട്ടെന്ന് ഫ്രാൻസിസിൻ്റെ സ്വഭാവം മാറുന്നു. അവർ പോയിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു വരും. നീ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ ഇവളെ കൊന്നിട്ട് കുറ്റം മുഴുവൻ ഇവളുടെ തലയിൽ കെട്ടിവയ്ക്കാം. അതല്ല, എതിർത്താൽ നിങ്ങൾ രണ്ടുപേരെയും കൊന്നിട്ട് ഞാൻ രക്ഷപ്പെടും. എന്താണ് തീരുമാനമെന്ന് ഫ്രാൻസിസ് ചോദിക്കുമ്പോൾ ബെർലിൻ പറയുന്നു, നീ ഇപ്പോൾ മേപ്പിളിനെ കൊന്നാൽ ലാ ഫൗണ്ടയെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ സാധിക്കില്ല. കാരണം
ലാ ഫൗണ്ടേക്ക് രഹസ്യങ്ങൾ ചോർത്തി നൽകുന്ന റാറ്റ് ഇവളാണ്. മേപ്പിൾ ഞെട്ടിപ്പോകുന്നു. കാരണം അവൾ തന്നെയാണ് യഥാർത്ഥത്തിൽ റാറ്റ്. ഇതൊക്കെ ബെർലിൻ എങ്ങനെ അറിയാമെന്ന് അവളിപ്പോൾ ചിന്തിക്കുകയാണ്. ബെർലിൻ അപ്പൂപ്പൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മേപ്പിളിന് എപ്പോഴും സുവനിയർ ബോക്സുകൾ വരാറുണ്ട്. അത് ലാ ഫൗണ്ടയുടെ കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. റോയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന അവളുടെ അച്ഛൻ കൊല്ലപ്പെടാൻ കാരണം റോയ് ആണ് എന്ന് വിശ്വസിച്ചിരുന്ന മേപ്പിൾ അവരുടെ എതിർ ഗ്യാങ്ങിന് രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ താൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു നാൾ എന്തായാലും പിടിക്കപ്പെടും. അന്ന് ഈ രണ്ട് ഗ്യാങ്ങിനെയും ഇല്ലായ്മ ചെയ്യണം. സോ അവൾ ഈ രഹസ്യങ്ങൾ FBI ഉദ്യോഗസ്ഥർക്ക് കൂടി ചോർത്തി കൊടുക്കുന്നു. എന്നാൽ ഇവൾക്ക് ഇത് ഔട്ട്ഫിറ്റ് എന്ന സംഘടനയെ പറ്റി അറിയാതെ പോയി. FBI പോകുന്ന റെക്കോർഡുകളൊക്കെ തന്നെ ഔട്ട്ഫിറ്റ് എന്ന സംഘടന ബ്ലോക്ക് ചെയ്യുന്നതും അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതുമൊന്നും ഇവൾക്കറിയില്ല. അതുവരെ നിസ്സഹായ അവസ്ഥയിൽ നിന്നിരുന്ന മേപ്പിളിൻ്റെ മുഖം മൊത്തത്തിൽ മാറുന്നു. അപ്പോൾ നീയാണോ ഈ കാസറ്റ് എടുത്തുകൊണ്ട് പോയത് എന്ന് ഫ്രാൻസിസ് ചോദിക്കുമ്പോൾ ബെർലിൻ അപ്പൂപ്പൻ തൻ്റെ കോട്ടിൽ നിന്നും ആ കാസറ്റ് എടുത്ത് ഫ്രാൻസിസിന് കൊടുക്കുന്നു. ഫ്രാൻസിസ് മൊത്തത്തിൽ കിളിപോയി നിൽക്കുകയാണ്. ബെർലിൻ പെട്ടെന്ന് പറയുന്നു, ഇനി നമുക്ക് അധികം സമയമില്ല. 15 മിനിറ്റിനകം റോയ് ആ അഡ്രസ്സിലെത്തും. അവിടെ റിച്ചില്ല എന്ന് മനസ്സിലാക്കി അരമണിക്കൂറിനകം അവർ നേരെ തിരിച്ചെത്തും. അങ്ങനെ വന്നാൽ അവർ നമ്മളെ കൊല്ലും. നമുക്കാകെ ഒരു വഴിയുള്ളത് മേപ്പിളിനെ കൊണ്ട് ലാ ഫൗണ്ടയെ വിളിപ്പിച്ച് ഇപ്പോൾ റോയുള്ള ആ സ്ഥലം കാട്ടിക്കൊടുത്താൽ അവർ റോയുടെ കാര്യം നോക്കിക്കോളും. റോയ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാങ്ങിൻ്റെ തലവൻ നീയാണ്. പിന്നെ ഈ കാസറ്റ് ലാ ഫൗണ്ടയ്ക്ക് കൈമാറിയാൽ മേപ്പിളിന് കുറച്ച് കാശ് കിട്ടും. അതുകൊണ്ട് അവൾ രക്ഷപ്പെടും. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി ഉണ്ടാവില്ല. ഇതല്ലേ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് ബെർലിൻ ഫ്രാൻസിസിനോട് ചോദിക്കുമ്പോൾ ഇത്രയും കാലം കൂടെ നടന്ന അവരെ ഞാൻ ചതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ഫ്രാൻസിസ് ബെർലിനോട് ചോദിക്കുന്നു. അതിനെപ്പറ്റി ഇനി ആലോചിക്കുകയൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ എന്ന് ബെർലിൻ പറയുന്നു. അങ്ങനെ ഫ്രാൻസിസ് മേപ്പിളിനോട് ലാ ഫൗണ്ടയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. മേപ്പിൾ കാൾ ചെയ്യാൻ പോകുന്നു. ശേഷം മേപ്പിൾ തിരികെ വന്ന് പറയുന്നു, റോയെ വകവരുത്തിയ ശേഷം അവർ കാശുമായി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ റിച്ചി എവിടെയെന്ന് മേപ്പിൾ ചോദിക്കുമ്പോൾ ബെർലിൻ അപ്പൂപ്പൻ ആ പെട്ടി തുറന്ന് കാട്ടിക്കൊടുക്കുന്നു. ആശാൻ അതിനകത്ത് ചത്തു ചുരുണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ലാ ഫൗണ്ടയിലെ ആളുകൾ ഷോപ്പിന് പുറത്തെത്തുന്നു. അതായത് അവർ റോയിയെയും കൊന്ന് വരുന്ന വരവാണ്. പെട്ടെന്ന് ഫ്രാൻസിസ് പുതിയൊരു കാര്യം പറയുന്നു. എന്തായാലും ഞാനാണല്ലോ ഇപ്പോഴത്തെ ഗ്യാങ് ലീഡർ. ഇനിയിപ്പോൾ ഈ സിറ്റിയിൽ എൻ്റെ എതിരാളികൾ ഇവർ മാത്രമാണുള്ളത്. നിങ്ങൾ പതിയെ അവരെ അകത്ത് വിളിച്ച് കയറ്റിക്കോ. ഞാൻ അവരെ വകവരുത്താം എന്ന് ഫ്രാൻസിസ് പറയുന്നു. എന്നിട്ട് അവൻ ഒളിച്ചു നിൽക്കുന്നു. കാര്യങ്ങൾ വളരെ ഈസിയായി പ്ലാൻ ചെയ്തതാണ്. ഫ്രാൻസിസ് എല്ലാം വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുന്നു. ഒന്ന് പതറിപ്പോയ ബെർലിൻ വീണ്ടും ധൈര്യം സംഭരിക്കുന്നു. അപ്പോഴേക്കും ലാ ഫൗണ്ടൈൻ അവിടേക്ക് കടന്നു വരുന്നു. അവർ ആ കാസറ്റും വാങ്ങി പണവും അവിടെ വയ്ക്കുന്നു. അപ്പോഴേക്കും പണം മുഴുവൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബെർലിൻ അപ്പൂപ്പൻ കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്നു. എന്നിട്ട് ഒരാൾ അകത്ത് തോക്കും വെച്ച് ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ആംഗ്യം കൊണ്ട് ബെർലിൻ ലാ ഫൗണ്ടൈൻ ആളുകളെ അറിയിക്കുന്നു. ലാ ഫൗണ്ടൈനിലെ 2 പേർ പെട്ടെന്ന് തോക്കെടുത്ത് തയ്യാറാകുന്നു. പെട്ടെന്ന് ഫ്രാൻസിസ് വാതിൽ തുറന്ന് ചാടി ഇറങ്ങുമ്പോഴേക്കും അവനെ ലാ ഫൗണ്ടൈനിലെ ആളുകൾ തോക്കിന് മുന്നിൽ നിർത്തുന്നു. എന്നാൽ ഫ്രാൻസിസ് ഇപ്പോൾ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് ലാ ഫൗണ്ടൈനിന് നേരെയാണ്. ആരെങ്കിലും വെടിവെച്ചാൽ ഫ്രാൻസിസ് ലാ ഫൗണ്ടൈനെയും കൊല്ലും. ആ രീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ ബെർലിൻ അപ്പൂപ്പൻ കൂളായി പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ തോക്കിൽ ബുള്ളറ്റൊന്നുമില്ല, ഞാനത് മാറ്റിവെച്ചു. ഫ്രാൻസിസ് പെട്ടെന്ന് റിവോൾവറിൽ ബുള്ളറ്റുണ്ടോ എന്ന് നോക്കുന്നു. തോക്കിൽ ബുള്ളറ്റുണ്ട്. എന്നാൽ ശ്രദ്ധയൊന്ന് പാളിയ ആ നിമിഷം ലാ ഫൗണ്ടൈൻ ഫ്രാൻസിസിനെ വെടിവെച്ചിടുന്നു. എന്നിട്ട് ലാ ഫൗണ്ടൈൻ അവിടെ നിന്നും നടന്നു പോകുന്നു. അങ്ങനെ ഒരു നീണ്ട നേരത്തെ ഞാനിന്മേൽ കളി അവസാനിച്ചതിൻ്റെ നിശ്വാസത്തിൽ ബെർലിനും മേപ്പിളും അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് മേപ്പിൾ പറയുന്നു, ഇവിടെ നിന്നൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിനു പിന്നിൽ നമ്മളാണെന്ന് മനസ്സിലാക്കാൻ ഔട്ട്ഫിറ്റിന് സാധിക്കും. അവർ എന്തായാലും വന്ന് നമ്മളെ കൊല്ലും. പെട്ടെന്ന് നമ്മുടെ ബെർലിൻ അപ്പൂപ്പൻ ഒരു ചിരി പാസ്സാക്കുന്നു. എന്നിട്ട് സോഫയുടെ മറവിൽ നിന്നും ഒരു റെക്കോർഡ് എടുക്കുന്നു. അതിനുള്ളിൽ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. സത്യത്തിൽ ബോയൽ ഗാങ്ങിൻ്റെ എല്ലാ രഹസ്യങ്ങളും റെക്കോർഡ് ചെയ്തിരുന്ന കാസറ്റ് അതാണ്. ലാ ഫൗണ്ടൈന് ബെർലിൻ കൊടുത്തയച്ചത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന ബെർലിൻ തന്നെ ഒരു കോട്ട് തയ്ക്കുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് നരേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായിരുന്നു ബെർലിൻ അപ്പൂപ്പൻ്റെ പ്ലാനിങ്. വേറെ ലെവലായിരുന്നു. മേപ്പിൾ ലാ ഫൗണ്ടൈന് വേണ്ടി പണിയെടുക്കുന്നത് നേരത്തെ തന്നെ ബെർലിൻ അപ്പൂപ്പനെ അറിയാമായിരുന്നു. എപ്പോഴായാലും എല്ലാം പിടിക്കപ്പെടുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി മേപ്പിളിനെ രക്ഷിക്കാൻ നേരത്തെ തന്നെ പ്ലാനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. റോയ് ബോയിൽ ഒരു ഔട്ട്ഫിറ്റ് എന്ന ഓർഗനൈസേഷനെ പറ്റി വാതോരാതെ സംസാരിച്ചിരുന്നല്ലോ. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ബെർലിൻ അപ്പൂപ്പൻ തന്നെയായിരുന്നു.
അതായത് നമ്മുടെ മേപ്പിൾ FBI ചോർത്തി കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഔട്ട്ഫിറ്റ് എന്ന ഓർഗനൈസേഷൻ എന്ന വ്യാജേന നമ്മുടെ ബെർലിൻ അപ്പൂപ്പനാണ് ബോയിൽ ഗാങ്ങിനെ അറിയിച്ചു കൊണ്ടിരുന്നത്. അതവരെ കൂടുതൽ ഓവർ കോൺഫിഡൻ്റ് ആക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ലാ ഫൗണ്ടെയിൻ ഇവിടെ വന്ന് എന്തൊക്കെയാണോ സംസാരിച്ചത് അതെല്ലാം ഈ കാസറ്റിൽ റെക്കോർഡായിട്ടുണ്ട്. ഇപ്പോൾ ബോയിൽ ഗാങ് ഒന്നടങ്കം ഇല്ലാതായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ലാ ഫൗണ്ടെയിൻ മാത്രമാണ്. നിനക്കിനി ചെയ്യാനുള്ളത് ഈ കാസറ്റ് FBI ഏൽപ്പിക്കുക എന്നത് മാത്രമാണ്. ഇത്രയും കാലം ഇവിടെ നിന്നും റെക്കോർഡ് ചെയ്തെടുത്ത കാര്യങ്ങളിൽ ലാ ഫൗണ്ടെയിനെ കൊടുക്കാൻ ശേഷിയുള്ള തെളിവുകളും കൂടിയുണ്ട്. അവരുടെ കാര്യം FBI നോക്കിക്കോളും. നീ സേഫ് ആവുകയും ചെയ്യുമെന്ന് ബെർലിൻ മേപ്പിളിനോട് പറയുന്നു. ഇനി ഈ കാശ് കൊണ്ട് നീ അടിച്ചു പൊളിക്കുകയെന്ന് അയാൾ പറയുന്നു. മേപ്പിൾ വല്ലാതെ ഇമോഷണലായി പോകുന്നു. മേപ്പിൾ പോകുന്നതിന് മുമ്പ് ബെർലിൻ അപ്പൂപ്പനെ കൂടി വിളിക്കുന്നുണ്ട്. എന്നാൽ ബെർലിൻ അപ്പൂപ്പൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. നീ നിന്റെ ജീവിതം അടിച്ചു പൊളിക്കും, ഇതിനിടയിൽ ഒരു കിഴവൻ എന്ത് കാര്യം? അങ്ങനെ മേപ്പിൾ ആ കാശുമായി പോകുന്നു. ബെർലിൻ അപ്പൂപ്പൻ ഇത്രയും നേരം അയാൾ തയ്ച്ചു കൊണ്ടിരുന്ന ആ കോട്ടെടുത്ത് ഇടുന്നു. എന്നിട്ട് തെളിവുകളൊന്നും തന്നെ ബാക്കി വയ്ക്കാതിരിക്കാൻ ആ കട മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. ശേഷം അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് അതാ ഫ്രാൻസിസ് അവിടെ നിൽക്കുകയാണ്. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ തോക്കിലുണ്ടായിരുന്ന അവസാന വെടിയുണ്ട ബെർലിൻ അപ്പൂപ്പന് നേരെയാണ് പ്രയോഗിക്കുന്നത്. അത് അപ്പൂപ്പൻ്റെ കയ്യിൽ കൊണ്ട് പുള്ളി ഷോക്കായി നിൽക്കുകയാണ്. ഫ്രാൻസിസ് ഒരു കത്തിയുമായി ബെർലിനെ ആക്രമിക്കാൻ വരുന്നു. പെട്ടെന്ന് നമ്മുടെ അപ്പൂപ്പൻ്റെ പാവത്വമൊക്കെ അങ്ങ് മാറുന്നു. ഞാനും ഒരിക്കൽ നിന്നെ പോലെ ആയിരുന്നു. ഫ്രാൻസിസ് ഒരു പുച്ഛത്തോടെ ചിരിക്കുന്നു. ബെർലിൻ അപ്പൂപ്പൻ തുടർന്നു, തോക്കുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചു വന്നു. ചില സമയങ്ങളിൽ കത്തി, ഒന്നുമില്ലെങ്കിൽ ഈ കൈകൾ. എന്നിട്ട് അയാൾ ആ കോട്ട് അഴിച്ചു മാറ്റുന്നു. എന്നിട്ട് ഷർട്ടിൻ്റെ കൈകൾ മടക്കി വയ്ക്കുന്നു. ഞാൻ ആരായിരുന്നുവെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. രക്തം കണ്ട് മടുത്തു. ഒടുവിൽ എല്ലാം മതിയാക്കാൻ ശ്രമിച്ചു. ഒരു തൊഴിൽ പഠിച്ചു. അവിടെ വച്ച് ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടുമുട്ടി, വേറ. പിന്നെ അവളായിരുന്നു എൻ്റെ ലോകം. പഴയ കൊള്ളരുതായ്മയിൽ നിന്നും ഞാൻ ഒളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു മകളുണ്ടാകുന്നത്. പിന്നെ കൂടുതൽ ഒളിച്ചു. എന്നാൽ ഒരിക്കൽ അവരെന്നെ കണ്ടെത്തി. എൻ്റെ ഷോപ്പ് കത്തിച്ചു. അതിൽ എൻ്റെ കുടുംബം എനിക്ക് നഷ്ടമായി. എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായി. അവിടെ നിന്നാൽ ഞാൻ വീണ്ടും ഒരു പഴയ ചെകുത്താനായി മാറുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. എന്നാൽ ഇവിടെ വന്നുടനെ കണ്ടുമുട്ടിയ ആൾ ആരാണെന്ന് അറിയാമോ? നിൻ്റെ ബോസ്. ഞാനെങ്കിലും എല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചു. ഞാൻ ഈ മാന്യമായ കുപ്പായം ധരിക്കുന്നത് തന്നെ ഞാൻ സിവിലൈസ്ഡ് ആയി എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനാണ്. ഞാനൊരു നല്ലവനായി ജീവിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്നാൽ നീയൊന്നും അതിന് സമ്മതിക്കില്ല എന്ന മട്ടിൽ നമ്മുടെ ബെർലിൻ അഥവാ ലിയോനാർഡ് ബെർലിൻ അപ്പൂപ്പൻ ചിരിക്കുന്നു. അപ്പോഴേക്കും ഫ്രാൻസ് അയാളെ ആക്രമിക്കുന്നു. പുള്ളി വീണ്ടും ഒരു നിമിഷത്തേക്ക് ലണ്ടനിലെ പഴയ ഡോണായി മാറുന്നു. ഒരു കത്രിക കൊണ്ട് ഫ്രാൻസിസിൻ്റെ കഴുത്തിൽ തന്നെ കുത്തിയിറക്കുന്നു. കുത്തി തറയിലിട്ട ശേഷവും ദേഷ്യം തീരാതെ ഒരു ഭ്രാന്തമായ മുഖഭാവത്തിൽ അയാൾ അവനെ വീണ്ടും കുത്തുന്നു. അപ്പോഴേക്കും ആ ഷോപ്പ് മൊത്തത്തിൽ കത്തി അമരാൻ തുടങ്ങിയിരുന്നു. ബെർലിൻ അങ്ങനെ കത്തിയമരുന്ന ഷോപ്പിൽ നിന്നും വളരെ മാന്യമായി ഇറങ്ങി നടന്നു പോകുന്നു. ഇനിയെല്ലാം വീണ്ടും തുടക്കം മുതൽ ആരംഭിക്കണം. ഒരു പുതിയ ജീവിതം. അവിടെ ചിത്രം അവസാനിക്കുന്നു. ചിത്രം തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങളെ ഒരിക്കലും നിരാശരാക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺഡ് മൂവീസ് വേൾഡ്.